ദില്ലി സ്ഫോടന കേസിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് ദില്ലി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം അന്വേഷണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. സ്ഫോടനത്തിൽ ഇതുവരെ 7 പേരാണ് കസ്റ്റഡിയിലുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഇപ്പോൾ സമർപ്പിച്ച റിപ്പോർട്ടിൽ എടുത്തു പറയാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ അല്പസമയം മുമ്പാണ് ദില്ലി പോലീസിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ചാവേർ ആക്രമണത്തിലേക്കുള്ള ഒരു സൂചനയാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ആഭ്യന്തര മന്ത്രാലയവും അല്ലെങ്കിൽ ഡൽഹി പോലീസോ പുറത്തുവിടുകയും ചെയ്തിട്ടില്ല. നേരത്തെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം ഇത്തരത്തിലൊരു ചാവേർ ആക്രമണത്തിനുള്ള ശ്രമമാണ് ദില്ലിയിൽ റെഡ് ഫോർട്ടിന് സമീപം ഉണ്ടായിട്ടുള്ളതെന്നൊരു വിലയിരുത്തലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള വിവരം മാത്രമാണ് പോലീസ് പുറത്തുവിട്ടിട്ട്. എന്തായാലും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിന് ശേഷം ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വിവിധ മേഖലകളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസി ഇതിനോടകം തന്നെ കേസ് ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫരീദാബാദിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ, ഹരിയാന തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകളും പരിശോധനകളടക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ATSന്റെ അടക്കമുള്ള നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത് എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജലീൽ, ഡോക്ടർ ഒക്കെ തന്നെയും സഹപാഠികളെയും അതോടൊപ്പം സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയൊക്കെ തന്നെയും പോലീസ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം 6 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെയും ചോദ്യം ചെയ്യലൊക്കെയും പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റിലായിട്ടുള്ള ഈ ഡ്രൈവർ, അതായത് ഈ വാഹനത്തിൻ്റെ ആദ്യത്തെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്, അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകുകയും ചെയ്യും. പുറകിൽ ഇത്തരത്തിലുള്ള ഈ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക്കിൻ്റെ വിഭാഗം ഇപ്പോഴും ഈ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രത്യേകിച്ചും നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഈ അഗ്നിക്ക് ഇരയാവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ അത്തരം തെളിവുകളൊക്കെ തന്നെയും പൂർണ്ണമായും ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇപ്പോൾ ഈ തെരച്ചിലുകളൊക്കെ തന്നെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം NIAയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുൽവാമ കേന്ദ്രീകരിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലും ATSന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു ബ്രീഫിംഗ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അജിം ഷാ. തീർച്ചയായും. അതുപോലെ തന്നെ ഇതിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് വലിയ അർത്ഥത്തിൽ ചർച്ചയാകുന്നുണ്ട്. അതടക്കം കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിലേക്കൊക്കെ നീങ്ങും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനാകുന്നത്. അബ്ദുൾ റഷീദാണ് അവിടെ നിന്നും വിവരങ്ങൾ വിശദാംശങ്ങളിലൊക്കെ നൽകിയത്.